നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് AI ഫോർ ടീച്ചേഴ്സ് ഉണ്ട്, SLC ഉണ്ട്, +1 ഉണ്ട്. ഈ 3 കോഴ്സാണ് ഇപ്പം നിലവിലുള്ളത്. സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെയാണ്. ആർക്കും നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല. എന്റെ വീട്ടുകാർക്ക് അറിയുന്ന ഞാൻ രഹസ്യമാക്കി വെച്ചു. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോ പറഞ്ഞു, ഒന്നൊന്നരാഴ്ച കഴിഞ്ഞപ്പോ പറഞ്ഞു, ഫസ്റ്റ് ക്ലാസ് വന്നപ്പോ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ സപ്പോർട്ട് തന്നെയായിരുന്നു. എനിക്കറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അത് എനിക്ക് തന്നെ പഠിക്കാനാവുമല്ലോ. നമസ്കാരം. ഇതിപ്പോൾ ഓൺലൈൻ ട്യൂഷന്റെ കാലമാണ്. ഓരോ രക്ഷിതാക്കളും 1000-ഉം 10,000-ഉം ഒക്കെ കൊടുത്താണ് സ്വന്തം മക്കളെ ഓൺലൈൻ ട്യൂഷന് ചേർത്തുന്നത്. ഈ രംഗത്ത് വലിയ മത്സരം തന്നെ നടക്കുന്നുണ്ട് എന്ന് പറയാം. അവിടെയാണ് കോഴിക്കോടും കണ്ണൂരും ഉള്ള രണ്ട് മിടുക്കന്മാർ വേറിട്ട മുഖമാകുന്നത്. കോഴിക്കോട് ഉള്ളിയേരി സ്വദേശിയായിട്ടുള്ള ആദർശും അതുപോലെ തന്നെ കണ്ണൂർ കൊല്ലഞ്ചിറ സ്വദേശിയായിട്ടുള്ള യാദവുമാണ് ഇത്തരത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും മറ്റും കുറഞ്ഞ ചിലവിൽ ഓൺലൈൻ ട്യൂഷൻ നൽകിക്കൊണ്ട് മാതൃകയാവുന്നത്. മാത്രമല്ല ഇവരിപ്പോൾ ഒരു കുട്ടി സംരംഭകർ കൂടിയാണ് നമുക്ക് പറയാം. തങ്ങളുടെ ഈ അറിവ് പകർന്നു നൽകുക എന്ന് പറയുന്ന ഒരു ഉദ്യമത്തെ ഒരു ഓൺലൈൻ ആപ്പാക്കി മാറ്റി അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു നൽകുന്ന രണ്ട് മിടുക്കൻ അധ്യാപകന്മാർ കൂടിയാണ് ഈ +1-ലും +2-ലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ. ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് അക്കൂട്ടത്തിലെ ആദർശാണ്. യാദവ് കണ്ണൂർ കൊല്ലഞ്ചിറ സ്വദേശിയാണ് അല്ലേ? അപ്പൊ എങ്ങനെയാണ് നീ യാദവും തമ്മിലുള്ള പരിചയം? എങ്ങനെയാണ് നിങ്ങൾ ഇതിന്റെ സ്റ്റാർട്ടിംഗിലേക്ക് കയറുന്നത്? നമ്മൾ ഇതിന്റെ സ്റ്റാർട്ടിംഗിലേക്ക് കയറുന്നത് വെച്ചാൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ്. ഞാൻ ഒരു സ്റ്റഡി ഗ്രൂപ്പ് ആയിരുന്നു. എനിക്ക് SLC സ്ട്രഗിൾ ആയിരുന്നു. ആ ടൈമിൽ എനിക്ക് പഠിക്കാനൊക്കെ സ്ട്രഗിൾ ആയിരുന്നു. അന്നേരം ഒരു സ്റ്റഡി കമ്മ്യൂണിറ്റി പരിചയപ്പെടുന്നു, അതിൽ കയറുന്നു. അതിൽ അഡ്മിൻ ആയിരുന്നു ഈ യാദവ്. അതുവഴി പരിചയപ്പെടുന്നു. പിന്നെ ഡെയിലി മെസ്സേജിങ്ങും അതുപോലെ തന്നെ ഹെൽപ്പിങ്ങും ഒക്കെ യാദവ് തന്നെയാണ് ചെയ്ത്. അതേസമയം ഓണം എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു സാധനം സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്തുന്നത്. ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്ത് സെപ്റ്റംബർ ഓണത്തിന്റെ ഈ ഒരു ടൈമില് നമ്മള് ഈ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തു 2025. അപ്പൊ വീട്ടുകാരുടെ ഭാഗത്തുള്ള പിന്തുണ? വീട്ടുകാരൊക്കെ സപ്പോർട്ടായിരുന്നു. ഇത് തുടങ്ങിയത് വീട്ടുകാരും അറിഞ്ഞില്ല. അത് അറിഞ്ഞെന്ന് വെച്ചാല് തുടങ്ങിയ 1 മന്ത് കഴിഞ്ഞപ്പോഴാണ്, ഫസ്റ്റ് ക്ലാസ് വന്നപ്പോഴാണ് അറിയുന്നത് ഈ സാധനം തുടങ്ങിയത്. സപ്പോർട്ട് തന്നെയായിരുന്നു അവിടുന്ന്. ഓൾക്ക് അറിയായിരുന്നു. എന്റെ വീട്ടുകാർക്ക് അറിയുന്നത് ഞാൻ രഹസ്യമാക്കി വെച്ചു. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോ പറഞ്ഞു, ഒന്നൊന്നരാഴ്ച കഴിഞ്ഞപ്പോ പറഞ്ഞു, ഫസ്റ്റ് ക്ലാസ് വന്നപ്പോ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ സപ്പോർട്ട് തന്നെയായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ ഒരു നോർമൽ പാരന്റ് എന്താ പറയുന്നത് വെച്ചാൽ നീ അതൊന്നും കേട്ടോ, നീ പഠിച്ചാൽ മതി, അങ്ങനെയൊന്നും പറഞ്ഞു? അല്ലല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ചില സമയം ഇടയ്ക്ക് ഇതിലധികം ആകുമ്പോഴത്തേക്കും ഇടയ്ക്ക് പറയുന്നു പഠിക്കുന്നുള്ളത്. പിന്നെ ലാസ്റ്റ് എക്സാം ആയപ്പോ ഞാൻ ഫുൾ ഇതിൽ തന്നെയായിരുന്നു. എന്നിട്ടും ഒന്നും പറഞ്ഞിട്ടില്ല. പഠിപ്പിച്ചുകൊണ്ട് പഠിച്ചു. അങ്ങനെ ഞങ്ങള് സ്റ്റാർട്ട് ചെയ്യുന്നു. തുടക്കം മുതലേ ഞങ്ങള് ക്ലാസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങി. ഈ ഒരു എക്സാം അടുപ്പിച്ചാണ് നമ്മൾ ഇങ്ങനെ ഒരു വരുന്നത്, നല്ലൊരു റീച്ചായി കയറി വരുന്നത്. പിന്നെയാണ് ഈക്വലിലാണ് നമ്മൾ വെബ് ആപ്പ് ഡെവലപ്പ് ചെയ്ത് ഇത് കൊടുക്കാൻ തുടങ്ങിയത്, പെയ്ഡായിട്ട് കോഴ്സസ് കൊടുക്കാൻ തുടങ്ങിയത്. അതും ചെറിയൊരു തുകയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് AI ഫോർ ടീച്ചേഴ്സ് ഉണ്ട്, SLC ഉണ്ട്, +1 ഉണ്ട്. ഈ 3 കോഴ്സാണ് ഇപ്പം നിലവിലുള്ളത്. ഇനി കൂടുതലായിട്ട് നമ്മളൊരു ഗൈഡ് ഇറങ്ങാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു AI ഫോർ സ്റ്റുഡൻറ് മാസ്റ്റർ ഉണ്ട് ഇറങ്ങാൻ. അങ്ങനെ 3-4 കോഴ്സ് ഇനിയും വരാനുള്ളതുണ്ട്. ഇപ്പൊ നിങ്ങളുടെ സ്ഥാപനത്തിൽ എത്ര പേര് മൊത്തം ഫാക്കൽറ്റീസ് ആയിട്ട്? മൊത്തം ഫാക്കൽറ്റീസ് ആയിട്ട് ഇപ്പൊ 8 പേരുണ്ട്. ഞാനും യാദവും അടക്കം 8 പേരുണ്ട്. ഈ 8 പേരിൽ 2 ആൾക്കാർ AI ഫോർ ടീച്ചേഴ്സ് എന്നുള്ളതിന് വേണ്ടിയിട്ട് വന്നതാണ്. അവരും കുട്ടികൾ തന്നെയാണ് എല്ലാവരും? അല്ല, അവരെന്ന് വെച്ചാല് ഇപ്പം +2 പഠിക്കുന്നതാണ് 2 ആൾക്കാർ AI ഫോർ ടീച്ചേഴ്സ്. അവർ രണ്ടാളും AIന്റെ ഈ ഒരു ഫീൽഡ് മാസ്റ്റർ ചെയ്ത ആൾക്കാരാണ്. ബാക്കി ഉള്ള ആൾക്കാരൊക്കെ ടീച്ചേഴ്സ് തന്നെയാണ്. പ്രൊഫഷണൽ ടീച്ചേഴ്സ്. അവരിലേക്ക് എത്തിപ്പെടുന്നത് അവരിലേക്ക് എത്തുന്നത് രണ്ടാൾക്കാർ എനിക്ക് ഒരാളെ അനുവച്ചി എന്ന് പറഞ്ഞ ഇവിടെ അടുത്തുള്ളതാണ്. പിന്നെ ഒരു സംഗമ എന്ന് പറഞ്ഞൊരു ആള് യാദവിന്റെ മേമയാണ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യായിരുന്നു. ഈ ഒരു വീഡിയോ ഇറങ്ങിയ ശേഷം ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യായിരുന്നു. സ്റ്റുഡൻസിന്റെ ഭാഗത്തുള്ള ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെയാണ്. ആർക്കും നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല. അപ്പൊ ഇനിയിപ്പം നിലവിൽ +1 ആണ്. നിന്റെ പഠനമൊക്കെ എങ്ങനെ പോകുന്നത്? എന്റെ പഠനം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു. ക്ലാസ് സ്റ്റാർട്ട് ആയിട്ടേ ഉള്ളൂ. ക്ലാസ്സിനേക്കാളും അധികം ലീവ് തന്നെയാണ്, മഴ കാരണം. അതുകൊണ്ട് വലിയൊരു ഇത് വന്നിട്ടില്ല ഇതുവരെ. ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. ഈ ഒരു ജൂലൈ ക്ലാസ് തുടങ്ങിയെന്ന് വെച്ചാൽ ജൂലൈ തുടങ്ങിയത് 2 ആഴ്ച ലീവായിരുന്നു. വാല്യുവേഷൻ ഇതൊക്കെ ആയിട്ട് ലീവായിരുന്നു.
അത് കഴിഞ്ഞ ശേഷം ജൂലൈ തുടങ്ങി. ഈ ഒരു ആഗസ്റ്റ് എത്തിയപ്പോഴത്തേക്ക് ലീവ് വന്നു പിന്നെയും വന്നു തുടങ്ങി. അപ്പൊ നിലവിൽ ഇപ്പം +1 ട്രാക്കിലേക്ക് അങ്ങോട്ട് കേറിയിട്ടില്ല. കേറിയിട്ടില്ല. അപ്പൊ അത് രണ്ടും കൂടി ചേർത്ത് പിടിച്ച് കൊണ്ടുപോകാനുള്ള പ്ലാൻ തന്നെയാണ്. അപ്പൊ അവിടെ എങ്ങനെ അപ്പം നീ എഡ്യൂകണക്ട് വഴിയാണോ പഠിക്കുന്നത്? എഡ്യൂക്കണ്ടാണ് നമ്മളൊരു സോഴ്സ് എന്ന് വെച്ചാല് ഞാൻ പഠിപ്പിക്കുന്നതിലൂടെ തന്നെ പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. എനിക്കറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അത് എനിക്ക് തന്നെ പഠിക്കാനാവുമല്ലോ. അങ്ങനെയാണ് ഞാനിപ്പോ പഠിക്കുന്നത്. ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ ഇപ്പൊ ഏത് വിഷയം മോൻ എടുക്കുന്നത്? ഞാൻ ഫിസിക്സ് ആണ് എടുക്കുന്നത്. ഫിസിക്സ് ആണ്. ഫിസിക്സിനോടാണോ താല്പര്യം? അതെ. എനിക്കതൊരു സാറാണ് എനിക്ക് ഈ ഒരു ഫിസിക്സിലേക്ക് എത്തിച്ചത്. ഒരു അധ്യാപകൻ സാറാ മോഡലാക്കിയിട്ടാണ് ഞാനും പോകുന്നത്. ആണ് എന്തെങ്കിലും ഒരു മാതൃക അധ്യാപകനാവാനുള്ള പ്ലാൻ തന്നെയാണ്. അതെ. നിലവിൽ ആദർശ് GHSS നടുവണ്ണൂരിലെ +1 വിദ്യാർത്ഥിയും യാദവ് കണ്ണൂരുള്ള GVHSS എടയന്നൂരിലെ +2 വിദ്യാർത്ഥിയുമാണ്. തങ്ങളുടെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ പഠിച്ച് മുന്നേറുക എന്നുള്ളതാണ് ഈ രണ്ട് മിടുക്കന്മാരുടെയും ലക്ഷ്യം. എന്ത് തന്നെയായാലും അവർക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്.